കേൾക്കുന്നുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും, ഈ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസും വെച്ചിട്ടാണ് അതിന്റെ യൂണിറ്റ്സ് ആയാലും ഡയമെൻഷൻസ് ആയാലും കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നല്ലോണം ഓർത്തു വെക്കുക. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മൾ ഫിസിക്സ് മാത്സ് പഠിക്കുന്ന പോലെയല്ല, മാത്സിൽ നമുക്ക് ആ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫറെന്റ് പാറ്റേണിൽ വരാം. ഓക്കെ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആവുന്ന സമയത്ത് ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. മാത്സിന് നമുക്ക് കുറച്ചൊരു ഇക്വേഷൻസേ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഫിസിക്സിന്റെ കേസിലൊക്കെ ഡെഫിനിഷൻ ആവട്ടെ എന്ത് കാര്യങ്ങളാവട്ടെ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഐഡിയ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. നിങ്ങൾ മാത്സിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ മാത്രം അറിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് പല മെത്തേഡിൽ ചെയ്യുന്നത് ഉണ്ടാവാം, പല രീതിയിലായിരിക്കും വരിക. കീമിനാവുമ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാനുണ്ടാവും, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഫിസിക്സിന്റെ കേസിലൊക്കെ മെയിൻലി ആ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഐ തിങ്ക് ഇപ്പൊ ലാസ്റ്റിൽ ഇംപ്രൂവ്മെന്റ് എഴുതിയവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററുമായിട്ട് ഒരു എന്താ പറയാ ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടായിരിക്കും. അതല്ല കഴിഞ്ഞ +1 ഡ്രോപ്പ് ചെയ്തു അവിടെ കഴിഞ്ഞു അതിലൂടെ നിർത്തി പോന്നവരാണെന്നുണ്ടെങ്കിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്നേ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് പോവാം. ആദ്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ക്യാൻ ബി മെഷേർഡ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ തന്നെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ് ഏതാണ്? ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും വരുന്നുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഏതാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ് ആണ്, ബാക്കിയുള്ളവരുമായി യാതൊരു ഡിപ്പെൻഡൻസിയുടെയും ആവശ്യം വരാത്തവരാണ്, ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് അതിന് ഇൻഡിപെൻഡന്റ് ഓഫ് അതേഴ്സ് മറ്റുള്ള ടേംസിന്റെ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള ടേംസ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റുള്ള ക്വാണ്ടിറ്റീസിന്റെ ഫോമിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാസിനെ നമുക്ക് മാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിനെ ഒന്നും ആവശ്യമില്ല. മറ്റൊരു ക്വാണ്ടിറ്റിയാണ് ലെങ്ത്. ഡയറക്ട്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ലെങ്ത്, ഈ കാര്യങ്ങളെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ വരും. ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്, നമുക്ക് SI യൂണിറ്റ്സ് പഠിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആയി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോഴ്സ് എടുക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? F = ma എന്നാണ്. മാസും വന്നു, ആക്സിലറേഷനും വന്നു. ആക്സിലറേഷന് വീണ്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ആക്സിലറേഷൻ ഈക്വൽ ടു എന്തെന്നാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി, dv/dt അല്ലെ? ഇനി ഈ വെലോസിറ്റിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഇവരൊക്കെ എന്താണ്?
അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഇവരൊക്കെ എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇവരൊക്കെ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യമാണ് യൂണിറ്റ്സ്. അപ്പൊ അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സെർട്ടൈൻ ആർബിട്രറി ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ കമ്പാരിസണിന് വേണ്ടി, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് അവരെ പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റെഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സംഭവം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കമ്പാരിസണിന് വേണ്ടിയിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റെഫറൻസസ് ആണ് എന്തെന്ന് പറയുന്നത്, യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ യൂണിറ്റ്സിലും നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് സെയിം രീതിയിൽ തന്നെ നമുക്ക് പറയാം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താ, മറ്റാരുമായിട്ടും യാതൊരു ഡിപ്പെൻഡൻസിയും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ ഇത് വെച്ചിട്ട് തന്നെ ഈ സെയിം ഡെഫിനേഷൻ തന്നെ നമുക്ക് ആ ക്വാണ്ടിറ്റി എന്നുള്ളത് മാറ്റി യൂണിറ്റ് എന്നാക്കിയാൽ പരിപാടി തീർന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഇനി ഇതില് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, അതായത് നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറയാത്തൊരു എക്സ്ട്രാ കോൺസെപ്റ്റ് വരുന്നുണ്ട്. നോക്കിക്കോളൂ, നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഞാനൊരു ലെങ്ത് എക്സ്പ്രസ് ചെയ്യാണ്. ലെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 1 മീറ്റർ ഓക്കെ ആണല്ലോ. ഇനി ഈ ലെങ്തിനെ തന്നെ ഞാൻ സെന്റിമീറ്ററിൽ എഴുതുമ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതറിയാം 100 സെന്റിമീറ്റർ. അപ്പൊ ഞാനൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ജനറലി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, നോക്ക്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ജനറലി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്നുള്ളതിനെ ഞാൻ n എന്ന് എടുക്കുന്നു. പിന്നെ ഇതുപോലെ യൂണിറ്റ് ഉണ്ടാവും, മീറ്റർ, സെന്റിമീറ്റർ എന്ന് പോലെയുള്ള NU. കണ്ടോ, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ട്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഇവിടെ കൊടുന്നത്തെ. ഇനി ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എന്നും യും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. n ഇൻറ്റു യു എന്ന് എടുക്കുമ്പോൾ അതെങ്ങനെയാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അതിനർത്ഥം എന്താണ്, എന്നിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ യു കുറയും. അതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഇപ്പൊ നമ്മൾ രണ്ട് കേസ് പറയുന്നുണ്ട്. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 100, അല്ല സോറി, 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. ഇവിടെ ഒന്ന് നോക്കി നോക്ക്, ഈ പറഞ്ഞ റിലേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ്, എന്നിന്റെ വാല്യൂ കൂടിയപ്പോൾ സെന്റിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ കുറവുള്ള ആളല്ലേ, കുറഞ്ഞു. ഇവിടെ നോക്ക്, എന്നിന്റെ വാല്യൂ കുറഞ്ഞപ്പോൾ 1 മീറ്റർ, 1 എന്നുള്ള വാല്യൂ ആ യൂണിറ്റ് ഇട്ടാ, ആ ന്യൂമറിക്കൽ വാല്യൂ ആണ് പറയുന്നത്. എന്നിന്റെ വാല്യൂ കുറഞ്ഞപ്പോൾ സെന്റിമീറ്ററിനേക്കാളും വലുതാണ് ആര് വരുന്നത്, മീറ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ വാല്യൂ കൂടിയാൽ യൂണിറ്റ് ചെറുതായിരിക്കും, ന്യൂമറിക്കൽ വാല്യൂ കുറഞ്ഞാൽ യൂണിറ്റ് വലുതുമായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ മറ്റേ ബോയിൽസ് ലോയിലൊക്കെ വരാറുണ്ട്, പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. സോ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ നമ്മൾ P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതും അല്ലെ. അതേപോലെ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് N1 U1 ഈക്വൽ ടു N2 U2. അപ്പൊ ഈ പിങ്ക് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്യും, ആ സമയത്ത് എഴുതിയെടുക്കുക. ഇപ്പൊ വേണം എന്നുള്ളവര് ചെറുതായിട്ട് നമുക്ക് ലെക്ചർ നോട്ട് എഴുതി പോകുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതി പോവുക കേട്ടോ. കൂടെ തന്നെ പോരാൻ പറ്റും, ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് യൂണിറ്റ്സ്. മെയിൻലി 4 CS MKS അല്ലെ. പിന്നെ വരുന്നതോ നമ്മളുടെ SI യൂണിറ്റ് സിസ്റ്റം. ആ SI യൂണിറ്റ് സിസ്റ്റം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് നമ്മുടെ CGS, FPS, MKS. അത് അതിന്റെ ആ ഒരു ലെറ്റേഴ്സ് തന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാല് ലെങ്ത്, മാസ്, ടൈം. ഇതാണ് അതിന്റെ ആ ഒരു ഓർഡർ വരുന്നത്, ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, ഏതൊക്കെ 3 യൂണിറ്റ് സിസ്റ്റംസ്, CGS,
PS, and last one is MAS. ഓക്കെ, അപ്പൊ ഈ പേര് തന്നെ കെടുക്കുന്നുണ്ട് കാര്യങ്ങൾ. നോക്കി നോക്ക്. CGS, സി എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ കേസിൽ വരുമ്പോ ആരായിരിക്കും? സെന്റിമീറ്റർ. എഫ് എന്ന് പറഞ്ഞാൽ ഫൂട്ട്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മീറ്റർ. ദെൻ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ഗ്രാം. മാസ് ആണ്, ഗ്രാം വരും. പി എന്ന് പറയുന്നത് പൗണ്ട്സ്. ഓക്കെ, കെ എന്ന് പറയുന്നത് ആരാ? കിലോഗ്രാം. കണ്ടോ? എസ്, മൂന്നിന്റെ കേസിലും ടൈമിന്റെ സ്ഥാനത്ത് എസ് തന്നെയാണ് വന്നിക്കണത്. അതായത് സെക്കൻഡ് ഇവിടെയും സെക്കൻഡ് ഇവിടെയും സെക്കൻഡ്. ഓക്കെ, ഇനി SI യൂണിറ്റ് സിസ്റ്റത്തിലായാലും സെക്കൻഡ് തന്നെ. അപ്പോ ഡിഫറെന്റ് യൂണിറ്റ് സിസ്റ്റം എടുത്താലും സെയിം യൂണിറ്റ് വരുന്ന ക്വാണ്ടിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ടൈം. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. നാലാമത്തെ സിസ്റ്റം വരുന്നത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറയാനുള്ളത്. സോ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഏതെന്ന് പറയുന്നത്? SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓരോ നാഷന് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ വരുന്നത് ഏതാ? ഇന്റർനാഷണലി. SI യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് റിവൈസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2018. റിവൈസ്ഡ് ഇൻ 2018. ഓക്കെ, ഇനി ഇതിൽ പ്രത്യേകതകൾ എന്താ? ഒന്ന്, 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും പിന്നെ വരുന്നത് 2 സപ്ലിമെന്ററി യൂണിറ്റ്സും ആണ്. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ ഡയമെൻഷൻസ്? ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു പോകട്ടാ. ഓക്കെ, കാരണം വേറൊരു ബോക്സ് ആയിട്ട് നമുക്ക് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ യൂണിറ്റിനെ പറ്റിയിട്ടേ പഠിക്കണുള്ളൂ. ഡയമെൻഷൻ നെക്സ്റ്റ് ടോപ്പിക് ആണ്. പോലും ഞാൻ അതിന്റെ ഡയമെൻഷൻസ് അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയണതാണ്. ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളൂ. ലെങ്ത്, സെക്കൻഡ് വൺ മാസ്, തേർഡ് വൺ ടൈം, ഫോർത്ത് വൺ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. സിംപ്ലി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും ഓക്കെ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതല്ലാന്ന് കരുതരുത്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഇലക്ട്രിക് കറന്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് 6th വൺ ലൂമിനസ് ഇന്റൻസിറ്റി. ഒരാളും കൂടി ഉണ്ടല്ലോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, യൂണിറ്റ്സ് നോക്കാം. ലെങ്ത്തിൻ്റെത് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം, ടൈമിൻ്റെത് സെക്കൻഡ്, ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ, ഇലക്ട്രിക് കറന്റിൻ്റെത് ആംപിയർ, ലുമിനസ് ഇന്റൻസിറ്റിൻ്റെ കാൻഡില. കാൻഡില എന്നാണ് കേട്ടോ. അറിയാത്തവർ അത് ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്ത് വെക്കുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്. ഓക്കെ, ഇനി ഇതിന്റെ ഡയമെൻഷൻ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൻ്റെത് ക്യാപിറ്റൽ L, മാസ് M, ടൈം T. അപ്പൊ ടെമ്പറേച്ചർ കെൽവിൻ K ആണ് വരിക. കറന്റിൻ്റെത് ആംപിയർ, ലുമിനസ് ഇന്റൻസിറ്റി CD, ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ തന്നെ. ഈ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? ഹലോ,
കേട്ടില്ല? ഓക്കെ. രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കൂടി വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് പ്ലെയിൻ ആംഗിള്, രണ്ട് സോളിഡ് ആംഗിള്. പ്ലെയിൻ ആംഗിളിൻ്റെത് യൂണിറ്റ് വരുന്നത് റേഡിയൻ, റാഡ് എന്ന് ഡിനോട്ട് ചെയ്യും. സോളിഡ് ആംഗിളിന്റെ സ്റ്റെറേഡിയൻ, SR എന്ന് കൊടുക്കും. ഇവർക്ക് എന്തില്ല, ഡയമെൻഷൻ ഇല്ല കേട്ടോ. പിന്നെ ഈ റേഡിയനും സ്റ്റെറേഡിയനും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. റേഡിയൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു സർക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഒരു പെർട്ടിക്കുലർ പോർഷന്റെ തീറ്റ, അതാണ് റേഡിയൻ. ഓക്കെ, ഇതാണ് റേഡിയൻ, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയസ്, ഇത് റേഡിയസ് ആവുമല്ലോ, സർക്കിളിന്റെ സെന്റർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റേഡിയസ് ആവും, ഇത് ആ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇവിടെ പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ വരുന്നത് ഓർത്തു വെക്കണേ. പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ, പ്ലെയിൻ ആംഗിളിലെ തീറ്റ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. തീറ്റ ഈക്വൽ ടു S/R എന്നാണ്. ഡി തീറ്റ ഈക്വൽ ടു വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം, ഡി തീറ്റ ഈക്വൽ ടു DS/R എന്നും കൊടുക്കട്ടെ. കാരണം ചെറിയ പോർഷൻ അല്ലേ നമ്മൾ എടുത്തുള്ളൂ. ചെറിയ പോർഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഡി തീറ്റ, DS, DV എന്നൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പിയർ എടുക്കുക, അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഷേപ്പ്. ഓക്കെ, അങ്ങനെയുള്ള സംഭവത്തിന്റെ ഇപ്പൊ ഒരു സ്പിയർ ആണ് ഞാൻ എടുത്തതെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കോണാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഈ കോണിന്റെ ഈ ഭാഗമാണ് ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഒരു സർക്കുലാർ ഷേപ്പ് ആവുമല്ലോ, ആ ഭാഗമാണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് വരിക. ഈ ഭാഗമാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന് ഒമേഗ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ സോളിഡ് ആംഗിൾ ഒമേഗന്റെ ഇക്വേഷൻ വരുന്നത് നേരത്തെ S/R എന്ന് എടുത്തോടത്ത് ഇവിടെ എന്തെന്ന് വരും, A/R എന്ന് വരും. ഇനി ചെറിയൊരു പോർഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, dω ഈക്വൽ ടു dA/R. ഓക്കെ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ഫിഗേഴ്സ്, 2 ഡയമെൻഷണൽ ഫിഗേഴ്സിനും യൂസ് ചെയ്യുന്നതാണ് പ്ലെയിൻ ആംഗിൾ. ഓക്കെ, അതായത് നമ്മളുടെ സർക്കിളിന് പോലുള്ള സംഭവത്തിന്റെ സെക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ്, കോണ്, സ്പിയർ, ഇവരുടെ കേസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയണത്, സോളിഡ് ആംഗിൾ എന്ന് പറയണത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ റേഡിയൻ ആണ് നമ്മളുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തറിയണം, നമുക്ക് ഡിഗ്രിയിൽ തന്നു കഴിഞ്ഞാൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയണം. അതിന് നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഡിഗ്രി തന്നു കഴിഞ്ഞാൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് റേഡിയൻ ആണല്ലോ. റേഡിയൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഇൻറ്റു π/180. റേഡിയൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി ഇൻറ്റു π/180. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാ നമുക്ക് കിട്ടിയത് എങ്ങനെയെന്നൊന്നും അറിയണ്ട, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. ഇപ്പൊ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് പൈ ആണ് എന്ന് അറിയാം അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് 1 ഇൻറ്റു 180 എന്നല്ലേ. അപ്പൊ ഞാൻ ഈ ഇൻറ്റു 180 അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്തായി, പൈ ഡിവൈഡഡ് ബൈ 180 ആയി. അപ്പൊ അതെന്താ 1 ഡിഗ്രി. ഇനി എനിക്ക് 2 ഡിഗ്രി കാണണമെങ്കിൽ 2 ഇൻറ്റു π/180, 3 ഡിഗ്രി കാണണമെങ്കിൽ 3 ഇൻറ്റു π/180. അപ്പൊ നോക്ക്, ഞാൻ ഇവിടെ ഒരു മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോ എനിക്ക് 90 ഡിഗ്രിന്റെ, നമുക്കറിയാം 90 ഡിഗ്രിന്റെ എന്താണ്, π/2 ആണ്. അത് കിട്ടുമോ നോക്ക, 90 ഡിഗ്രി മെഷർ ഇൻറ്റു π/180. കണ്ടോ, 90-ല് 90 1 ടൈം, 180-ല് 90 2 ടൈം. സോ ദ ആൻസർ വിൽ ബി π/2. ഇനി വേണമെന്നുണ്ടെങ്കിൽ 120 ഒന്ന് കണ്ടോക്ക്, 120 ഡിഗ്രി. ഇതെങ്ങനെ വരും, 120 ഇൻറ്റു, ഇതിപ്പോ റേഡിയൻ ആയിട്ടാ, π/2 എന്ന് പറഞ്ഞാൽ ഇത് റേഡിയൻ ആയ 120 ഇൻറ്റു π/180. രണ്ടും 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് 120-ല് 60 2 തവണ വരും, 180-ല് 3 തവണ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3 റേഡിയൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഡിഗ്രി തന്നു കഴിഞ്ഞാൽ റേഡിയൻക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, π/180 ചെയ്യാം. ഓക്കെ, ഇനി
ഈ ഡിഗ്രി മെഷർമെന്റിന്റെ ഒരു വാല്യൂ നിങ്ങൾ 3 വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്കിപ്പോ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടി. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതെന്താണ്? π/180 ആണ് എന്ന് കിട്ടി. ഈ π/180 ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.75 ഇൻറ്റു 10⁻⁻² റേഡിയൻ എന്നാണ്. ഓക്കെ, അപ്പൊ നോക്ക് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 60 മിനിറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. പക്ഷെ നമുക്കിവിടെ ഡിഗ്രി അതിന്റെ യൂണിറ്റ്, ആംഗിളിന്റെ യൂണിറ്റ് പറയണോണ്ട് മേ ബി ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാന്നുള്ളത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, മാത്സിൽ നമ്മൾ ഇത് എവിടെ പഠിക്കുന്നുണ്ട്? ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രീന്റെ ഫസ്റ്റ് പോർഷനിൽ അതാണ്. ഡിഗ്രി റേഡിയൻക്ക് മാറ്റാനും റേഡിയന് ഡിഗ്രിക്ക് മാറ്റാനും ഉള്ള ഒരു സംഭവമാണ് അതേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡിഗ്രി ഇത് പറഞ്ഞ എന്താ? അത് 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2.91 ഇൻറ്റു 10⁻⁻4 റേഡിയൻ ആണ്. ഓക്കെ, ഇനി 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. സെക്കൻഡിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.85 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. ഓക്കെ, ഈ 3 വാല്യൂസ് പഠിച്ചു വെക്കുക. 1 ഡിഗ്രി, 1 മിനിറ്റ്, 1 സെക്കൻഡ്. ഇനി നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ഏതാ ടോപ്പിക്? കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അതായത് SI യൂണിറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് യൂണിറ്റ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് ഈസി ആൻഡ് കൺവീനിയന്റ് ആണ്. SI യൂണിറ്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ത്? കൺവേർഷൻ ഓഫ് യൂണിറ്റ്സിനെ ഈസി ആക്കി തന്നു. ഓക്കെ, കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ഐ തിങ്ക് +1 പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു 2 ബോക്സ് ഒക്കെ കുറെ വാല്യൂസും ഈ പൈക്കോ, ഫെംറ്റോ, മെഗാ, മൈക്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സെന്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 10⁻⁻² ആണ്. സെന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? സി, സ്മോൾ ലെറ്റർ സി. ഓക്കെ, മില്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻³ ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എം. ദെൻ മൈക്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻6 ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ. ഓക്കെ, നെക്സ്റ്റ് നാനോ. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൻ. അടുത്തത് ആംസ്ട്രോങ്. ആംസ്ട്രോങ് മീൻസ് 10⁻⁻10 ആണ്. സിമ്പിൾ അതന്നെ, ആംസ്ട്രോങ്. ഓക്കെ, നെക്സ്റ്റ് പൈക്കോ. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 സ്മോൾ ലെറ്റർ പി വെച്ചിട്ടാ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഫെംറ്റോ. ഫെംറ്റോ എന്ന് പറഞ്ഞാൽ 10⁻⁻15 സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി കിലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ, കിലോ 10⁻³ ആണ് വരിക. ദെൻ പിന്നെ ഏതാ? മെഗാ 10⁻6. അങ്ങനെയുള്ള കുറച്ച് കൺവേർഷൻസ് ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവും. അത് നല്ലോണം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് വരുന്ന 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എഴുതിയതിലുണ്ടോ നോക്കട്ടെ കേട്ടോ. അതാ, ഇൻ ദ മെഷർമെന്റ് ഓഫ് ലെങ്ത് 6 മൈക്രോമീറ്റർ. ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണേ. ഇൻ ദ മെഷർമെന്റ് ഓഫ് ലെങ്ത് 6 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു എക്സ് പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 6 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു എക്സ് പൈക്കോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എക്സിന്റെ വാല്യൂ കണ്ടെത്തണം. അതിലെ ക്വസ്റ്റ്യൻ ദെൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ്. എങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാത്സിൽ ചെയ്യണ പോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എടുക്കുക, അത്രേ ഉള്ളൂ. നോക്ക്, 6നെ മീറ്റർക്കാക്കാൻ നമുക്കറിയാം. മൈക്രോനെ മീറ്റർക്കാക്കാൻ നമുക്കറിയാം. മൈക്രോ എന്ന് പറഞ്ഞാൽ അതെന്താ? 10⁻⁻6 ആണ് അല്ലെ? അപ്പൊ 10⁻⁻6 മീറ്റർ ഈസ് ഈക്വൽ ടു എക്സ്. പൈക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻12 മീറ്റർ. രണ്ട് ഭാഗത്തും മീറ്റർ വന്നതുകൊണ്ട് മീറ്റർ ക്യാൻസൽ ചെയ്ത് കളയാം.
ഇവിടെ ഓൾറെഡി ആരുണ്ട്? 6 into 10⁻⁻6 ഉണ്ട്. ഓക്കെ, ഇനി എക്സിനെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള 10⁻⁻12 ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ 10⁻⁻12 എന്നാവും. അപ്പൊ ഇവിടെ എക്സ് എന്ന് വരും. ഇനി നോക്ക്, 6 into 10⁻⁻, ഇവിടെ -6 ഉണ്ട്. ഈ -12 മേലേക്ക് വന്നാൽ എന്താവും? +12 എന്നാവും, ഈക്വൽ ടു എക്സ്. അപ്പൊ ഇതാ 6 into 10⁻⁻6 + 12 എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു എക്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഏതാണ് ഓപ്ഷന്? ഡി. 6 into 10⁻6. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഓപ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇത് തന്നതാണ്. 2 picometer equal to x nanometer. 2 picometer equal to x nanometer. എക്സിനെ ഒന്ന് കാണണം. വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. Two picometer equal to x nanometer. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഈസി ആണല്ലോ. ആൻസർ കിട്ടിയില്ലേ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യേ. Two picometer means 10⁻⁻12 meter is equal to x. Nanometer means 10⁻⁻9 meter. മീറ്റർ ക്യാൻസൽ ചെയ്തു പോയി. ഇവിടെ എന്തുണ്ട്? 2 into 10⁻⁻12 ഉണ്ട്. അവിടെ ഉള്ള 10⁻⁻9 ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ 10⁻⁻9 ഈക്വൽ ടു എക്സ്. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 into 10⁻⁻12 -9 മേലേക്ക് വന്നാൽ +9 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 10⁻³ വരും ആൻസർ. സോറി, -3. 2 into 10⁻⁻3. അപ്പൊ ഈ രൂപത്തിലായിരിക്കും ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. ചിലപ്പോൾ ഒരു വാല്യൂ തന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിരിക്കാം. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് ഡയമെൻഷൻസിലേക്കാണ്. അപ്പൊ നോക്കാം, ഡയമെൻഷൻസ്. ഓക്കെ, എന്താണ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബേസ് ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കേസിലും ബേസ് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണല്ലോ വരിക. ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അങ്ങനെ വരുന്ന ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പവേഴ്സ് ആയിട്ട് റൈസ് ചെയ്ത് എഴുതുന്ന ആ ഒരു റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയമെൻഷൻസിന്റെ കേസിൽ ഓൾറെഡി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് ഒന്ന് മാസ്, ലെങ്ത്, ടൈം. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങളെ സെക്കൻഡ് ഇയർക്ക് വരുന്ന സമയത്താണ് കറന്റും ടെമ്പറേച്ചർ അങ്ങനെ ചോദിക്കാറില്ല. കറന്റിന്റെ ഡയമെൻഷൻ എ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ യൂണിറ്റും എഴുതാൻ പറ്റും. അപ്പൊ നമ്മള് ഐ തിങ്ക് നിങ്ങൾ +1 ഒരുപാട് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട് എങ്ങനെ അതെല്ലാം വന്നു എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണ്, കാരണം ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞ ഡയമെൻഷൻസ് ആണ് ഇപ്പൊ ഓർത്തോളന്നില്ല, ലാസ്റ്റ് മിനിറ്റിൽ ഡയമെൻഷൻസ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടായിരിക്കും. ഇക്വേഷൻസ് നമ്മൾ ഓരോ ചാപ്റ്ററിനും വേണ്ടിയിട്ട് പഠിക്കേണ്ടതാണ്.
അപ്പൊ ആ ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് കണ്ടെത്താൻ അറിയാം? ഡയമെൻഷൻ കണ്ടെത്താൻ അറിയാം. വിത്തിൻ നമുക്കൊരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഡയമെൻഷൻ കണ്ടെത്താൻ പറ്റും. ഇഫ് യു ആർ നോയിങ് ദ ഇക്വേഷൻസ് അറിയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നോക്ക്, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ കേസുകൾ നോക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഏരിയ. ഏരിയന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത്. അപ്പൊ ഏരിയന്റെ ഡയമെൻഷൻ എങ്ങനെ വരും? ലെങ്ത് ആയാലും എൽ ആണ്, ബ്രെഡ്ത്ത് ആയാലും എൽ ആണ്. എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയന്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്ന സമയത്ത് ഇങ്ങനെ എൽ സ്ക്വയർ എന്ന് മാത്രമാവില്ല തരിക, അവിടെ എമ്മും ടിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ എമ്മിന്റെ ടേം ഇവിടെ ഇല്ലാതെ പിന്നെ എൽ ഉണ്ട് സ്ക്വയർ, ടി റേസ് ലെറ്റർ മാത്രം തരിക എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കേസിലും എമ്മും ടിയും ഇല്ല എന്നുണ്ടെങ്കിലും ഓരോ പവറിൽ അവിടെ സീറോ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിന്റെ എന്തും നമുക്ക് എഴുതാൻ പറ്റും, യൂണിറ്റും നമുക്ക് എഴുതാൻ പറ്റും. യൂണിറ്റ് എന്താ വരിക? ലെങ്ത് എന്ന് പറയുമ്പോൾ മീറ്റർ ആണ്, അപ്പൊ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി നോക്ക്, വോളിയം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി വോളിയം. വോളിയത്തിന്റെ ഇക്വേഷൻ വരുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അപ്പൊ ലെങ്ത്തിൻ്റെത് ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അതൊരു ലെങ്ത് തന്നെയാണല്ലോ, ഹൈറ്റ് എന്ന് പറഞ്ഞാലും എൽ തന്നെ വരും. സോ എൽ ക്യൂബ് എന്നാണ് വരിക. എൽ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിന്റെ യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ ക്യൂബ്. ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എം റേസ് ടു 0, എൽ ക്യൂബ്, ടി റേസ് ടു 0 എന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തേത് നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഒരുമിച്ച് പറയാൻ പറ്റിയൊരു സംഭവം. ഡിസ്റ്റൻസ് ആയാലും പാത്ത് ലെങ്ത് ആണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ആയാലും എന്താ? ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് കോൺസെപ്റ്റ് വരുന്നത്. എന്താ വരണേ? ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ ഡയമെൻഷൻ എന്തെന്ന് വരും? ഡിസ്പ്ലേസ്മെന്റ്സിന് ആവില്ല. ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ ആ വെക്ടർ ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാവും. എല്ലാണ് വരുന്നത്. യൂണിറ്റ് എന്ത് വരും? മീറ്റർ എന്ന് വരും. അടുത്തത് വെലോസിറ്റിയും സ്പീഡും. സ്പീഡ് ഓർ വെലോസിറ്റി, ഇതിന് രണ്ടിനും ഇതേപോലെ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, പക്ഷെ സെയിം അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് വി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. വിന്റെ ഇക്വേഷൻ വരുന്ന എസ് ബൈ ടി എന്ന് പഠിക്കുക. വെലോസിറ്റി ആവുമ്പോൾ ഇവിടെ വെക്ടർ, ഇവിടെയും വെക്ടർ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇതിന് ഡയമെൻഷൻ വരുന്നത് ഇതാ എല് ബൈ ടി എന്നാണ് വരിക അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എല്, ടീന്റെ പവറിൽ ആരും ഇല്ല, അത് മേലെ 1 ആണുള്ളത്, അത് മേലേക്ക് വരിക -1. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമുക്ക് ഇവിടെ തന്നെ എഴുതാൻ നോക്ക്. എന്ന് പറയുമ്പോൾ മീറ്റർ, ടൈം എന്ന് പറയുമ്പോൾ സെക്കൻഡ്, റേസ് ടു -1. ഓക്കെ, സ്പീഡ്, വെലോസിറ്റി. നെക്സ്റ്റ് വരുന്നത് ആക്സിലറേഷൻ. മാക്സിമം എന്റെ കൂടെ തന്നെ എഴുതി പോരാൻ ശ്രമിക്കുക കേട്ടോ. ആക്സിലറേഷൻ ഡയറക്റ്റ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഓപ്ഷനിൽ തല തിരിച്ചും മറിച്ചും ഒക്കെ ഡയമെൻഷൻ ഇട്ടുന്നിട്ടുണ്ട്. അപ്പോ അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചാൽ അങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലേ? നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, അതിന്റെ കൂടെ തന്നെ എഴുതി പോരുക. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഇക്വേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഡി വി മേലെ വെലോസിറ്റി ആണ്, അപ്പൊ എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ താഴെ ടൈം ടി. ടീന്റെ പവർ മേലേക്ക് വരുമ്പോ എന്തെന്ന് വരും? എൽ ടി റേസ് ടു -1. ഇവിടെ +1 അല്ലേ, അത് മേലേക്ക് വരുമ്പോ വീണ്ടും -1 എന്ന് വരും. അതായത് ഡയമെൻഷൻ വന്നിട്ടുള്ളത് എൽ ടി റേസ് ടു -2. ഓക്കെ, ഡയമെൻഷൻ വന്നിട്ടുള്ളത് എൽ ടി റേസ് ടു -2. അപ്പൊ യൂണിറ്റ് എന്ത് വരും? എം എസ് റേസ് ടു -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അടുത്തത് ഡെൻസിറ്റി. നെക്സ്റ്റ് ക്വാണ്ടിറ്റി വരുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിനെ നമുക്കറിയാം റോ യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുക. മാസ് ബൈ വോളിയം ആണ്, ക്യാപിറ്റൽ വി ആണ്. ഓക്കെ, മാസ് ബൈ വോളിയം. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ മാസ് എന്ന് പറയുന്നത് എം, ബൈ വോളിയം എന്ന് പറയുന്നത് എൽ ക്യൂബ്. ഇതിന് എഴുതുന്ന സമയത്ത് എം, എൽ ക്യൂബ് മേലേക്ക് വന്ന എൽ റേസ് ടു -3, താഴെ ഉള്ളത് പോസിറ്റീവ്, മേലേക്ക് വന്ന നെഗറ്റീവ് ആവും. യൂണിറ്റ് എഴുതുന്ന സമയത്ത് മാസ് കിലോഗ്രാം, എൽ എന്ന് പറഞ്ഞ ലെങ്ത് ആണ്, സോ മീറ്റർ വരും, റേസ് ടു -3. ഡെൻസിറ്റി ആയി. ഇനി നോക്ക്,
നെക്സ്റ്റ് വരുന്നത് ഫോഴ്സ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഫോഴ്സ്. ഫോഴ്സിന്റെ കേസിൽ എഫ് ഈക്വൽ ടു എം. എമ്മിൻ്റെത് നമുക്കറിയാം ക്യാപിറ്റൽ എം ആണ് വരുന്നത്. ആക്സലറേഷൻ്റെത് എൽ ടി റേസ് ടു -2. ഒറ്റയടിക്ക് കിട്ടി MLT⁻². യൂണിറ്റ് എഴുതുമ്പോൾ മറ്റൊരു യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ന്യൂട്ടൺ, ജൂള് പോലുള്ളൊക്കെ. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഓരോ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് കവർ ചെയ്യാം. ഇവിടെ മാസിൻ്റെത് കിലോഗ്രാം, ലെങ്ത്തിൻ്റെത് മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വാണ്ടിറ്റി. ഇപ്പൊ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ക്വാണ്ടിറ്റി വരുന്നത് വർക്ക്. വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, W ഈക്വൽ ടു F ഡോട്ട് S എന്നാണ്. W ഈക്വൽ ടു F ഡോട്ട് S. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നോക്ക്. ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് F എന്ന് പറഞ്ഞാൽ MLT⁻². ഓക്കെ, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ LN. അപ്പൊ ഡയമെൻഷൻ എന്തെന്ന് വരും? ML²T⁻² എന്ന് വരും. വർക്കിന്റെ യൂണിറ്റ് ജൂള് വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് മാസ് എന്നുള്ളത് കിലോഗ്രാം, ലെങ്ത് എന്നുള്ളത് മീറ്റർ സ്ക്വയർ, ടൈം എന്നുള്ളത് പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂണിറ്റ് എഴുതാൻ നമുക്ക് ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് കഴിഞ്ഞ് അടുത്തത് വരുന്നത് പ്രഷർ. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇക്വേഷൻസ് ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോളൂ കേട്ടോ. അപ്പോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ MLT⁻² ബൈ L². മേലുള്ള ഒരു എല്ലും താഴെയുള്ള ഒരു എല്ലും കട്ടായി പോവും. ബാക്കി വരുമ്പോ M ഇവിടെ ഉണ്ട്, താഴെയുള്ള ഒരു എല്ല് മേലേക്ക് വരുമ്പോ L⁻⁻1 T⁻². അപ്പൊ ML⁻⁻1 T⁻². പ്രഷറിന്റെ യൂണിറ്റ് പാസ്കലിന് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത് കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീക്വൻസി. നോക്ക്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ന്യൂ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഇക്വേഷൻ വരുന്നത് 1/ടൈം പീരീഡ് എന്നാണ്. അപ്പൊ എന്താവും ഇതിന്റെ ഇക്വേഷൻ വരിക? ന്യൂ ഈക്വൽ ടു 1/പീരീഡ് എന്നാണ് വരുന്നത്. ടൈം ആണല്ലോ, ടൈം എന്ന് പറയുന്നത് 1 ഫ്രീക്വൻസിന്റെ ഒരു യൂണിറ്റ് ഇവിടുന്ന് കാട്ടുമ്പോ പെർ. ഓക്കെ, ഇനി ഇതേ ഡയമെൻഷൻ ആണ് ആർക്കും വരുന്നത്? ആംഗുലാർ ഫ്രീക്വൻസിക്കും വരുന്നത് കേട്ടോ. സെയിം ഡയമെൻഷൻ ആണ് ആരുടെ കേസിലുള്ളത്? ആംഗുലാർ ഫ്രീക്വൻസിന്റെ കേസിലുള്ളത്. അപ്പൊ അതും ഞാൻ ഇവിടെ തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി ആയാലും ഇതേ ഡയമെൻഷൻ ആണ്. അത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റിക്ക് പറയാം. ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി അതിന്റെ ഡയമെൻഷൻ എന്തെന്നെ പറഞ്ഞേ? T⁻⁻1. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിക്കും ആംഗുലാർ ഫ്രീക്വൻസിക്കും സെയിം ഡയമെൻഷൻ ആണ് വരുന്നത്, ഓർത്ത് വെക്കുക. ഇനി അടുത്തത് അതൊക്കെ പറഞ്ഞല്ലോ അല്ലെ. ഫസ്റ്റ് പറഞ്ഞു മൊമെന്റം. ഓക്കെ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? P ഈക്വൽ ടു mv എന്നാണ്. എന്താണ്? P ഈക്വൽ ടു mv. P ഈക്വൽ ടു mv ആണെന്നുണ്ടെങ്കിൽ മാസ് m, വെലോസിറ്റി എന്ന് പറയുമ്പോൾ LT⁻⁻1. അപ്പൊ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ആയി MLT⁻⁻1. ഓക്കെ, MLT⁻⁻1. യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തത് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് L അല്ലേ? Lന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആംഗുലാർ മൊമെന്റം
L ഈക്വൽ ടു MVR എന്നാണ്. MV എന്ന് പറയുന്നത് ഓൾറെഡി മൊമെന്റ് ആണ് അല്ലെ? ഇതെന്ന് പറയുന്നത് എന്താ? മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് ആ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്? MLT⁻⁻1. കൂടെ വീണ്ടും ഒരു R വരുന്നത്. R എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. സോ L. അപ്പൊ ഡയമെൻഷൻ എന്തെന്ന് വരും? ML²T⁻⁻1. ഓക്കെ, ഓർത്തു വെക്കട്ടാ. ആംഗുലാർ മൊമെന്റം. ഇനി അടുത്തത് ഇമ്പൾസ്. നെക്സ്റ്റ് ക്വാണ്ടിറ്റി വരുന്നത് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ I ഈക്വൽ ടു ഇറ്റ്സ് എ ലാർജ് ഫോഴ്സിന് സ്മോൾ ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ F×T വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം MLT⁻². ദെൻ ടൈം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു T വരും. അപ്പൊ ആൻസർ എന്തെന്ന് വരും? MLT⁻² +1 അല്ലേ ഇത്? -2 + 1 എന്ന് പറയുമ്പോൾ -1 വരും. അതായത് നമ്മളുടെ മൊമെന്റത്തിന്റെ സെയിം ഡയമെൻഷൻ ഇട്ടാ. സെയിം ഡയമെൻഷൻ ഉള്ളവരൊക്കെ നിങ്ങൾ എല്ലാ ഡയമെൻഷൻസും പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. ഓക്കെ, കുറെ പെയേഴ്സ് ഇങ്ങനെ ABCD എന്നിട്ട് തന്നിട്ട് എയിൽ 3 പെയർ, ബിയിൽ 3 പെയർ, സിയിൽ 3 പെയർ എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കാം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻ. സെയിം ഡയമെൻഷൻ ഉള്ളത് ഇതിൽ ഏതിനാണ് എന്നുള്ള ചോദ്യം വരാം. അപ്പൊ അതിനനുസരിച്ച് ആൻസർ ചെയ്യാനും അറിയണം. അതിനാദ്യം മൊമെന്റം ഡയമെൻഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇമ്പൾസ്, മൊമെന്റം, ആംഗുലാർ മൊമെന്റം പറഞ്ഞു. ഇനി നമുക്ക് ടോർക്ക് വരുന്നുണ്ട്. കുറെ വരുന്നുണ്ട്. നിങ്ങൾ +1 നോട്ടൊക്കെ എടുത്ത് നോക്കിയാൽ കിട്ടും. ടോർക്കിന്റെ കേസിൽ ടോ ഈക്വൽ ടു എന്താണ്? R×F എന്നാണ് വരുന്നത്. സോ R എന്ന് പറയുന്നത് ഓൾറെഡി ലെങ്ത് ആണല്ലോ. F എന്ന് പറയുന്നത് എന്ത് വരും? MLT⁻² എന്നും വരും. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് ML²T⁻². ഈ ടോർക്ക്, വർക്ക്, എനർജി ഇതിനൊക്കെ സെയിം ആണ്. നോക്കിയൊക്കെ വർക്കിന്റെ ഇതേപോലെ തന്നെ ആയിരിക്കും ഡയമെൻഷൻ കൊടുക്കുന്നുണ്ടാവുക. കാരണം വർക്കിന്റെ ഡയമെൻഷൻ F.S എന്നായിരുന്നു. F× ലെങ്ത് എന്നുള്ള രൂപത്തിൽ തന്നെ അവിടെ വന്നിക്കണേ. ഇനി എനർജി എന്ന് പറഞ്ഞാൽ എനർജിന്റെ ഇക്വേഷൻ വെച്ചിട്ടൊന്നുമില്ല. എനർജി എന്ന് പറഞ്ഞാൽ അത് ആർക്ക് ഈക്വൽ ആണ് നമ്മൾ പറയേണ്ടത്? വർക്കിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ വർക്കിനെയാണ് നമ്മൾ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്കിന്റെ ഡയമെൻഷൻ തന്നെ ആർക്കും വരും? എനർജിക്കും വരും. ML²T⁻². അപ്പൊ മൂന്നാൾക്ക് സെയിം ആണ്. മൂന്നാൾ എന്നല്ല, ഇനി ഇവിടെ നിങ്ങളോട് ചോദിക്കാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ചോദിച്ചാലും ഇതേ സംഭവം തന്നെ. ML²T⁻². വർക്ക്, ടോർക്ക്, എനർജി. ഓക്കെ, ഇനി അടുത്ത ക്വാണ്ടിറ്റി ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫ്ലൂയിഡ്സ് എന്ന് വേണമെങ്കിൽ സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ലെങ്ത്. ഫോഴ്സ് ബൈ ലെങ്ത്. അപ്പൊ എന്തെന്ന് വരും? ഫോഴ്സ് എന്ന് പറയുമ്പോൾ MLT⁻² വരും. ലെങ്ത് എന്ന് പറയുമ്പോൾ ബൈ L ഉണ്ടാവും. രണ്ടും കൂടി കട്ടായി പോയാൽ ബാക്കി ഡയമെൻഷൻ വരുന്നത് MT⁻². MT⁻². സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി വരുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെയിനിന് പിന്നെ ഓൾറെഡി ഡയമെൻഷൻ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ ലാസ്റ്റിൽ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സ്ട്രെസ്സിന്റെ ഇക്വേഷനും എന്താ? സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ് വരുന്നത്. സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് MLT⁻² വരും. ഏരിയ എന്ന് പറയുന്നത് L² വരും. മേലെയും താഴെ ഓരോ L കട്ടായി പോയി. ബാക്കി ML⁻⁻1 T⁻². ഈ സ്ട്രെസ്, പ്രഷർ ഇതൊക്കെ സെയിം ഡയമെൻഷൻ ഉള്ളവര്. ഓക്കെ, ഇനി നമ്മുടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൽ ആരൊക്കെ വരും? യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് ഒക്കെ ഇല്ലേ? അവരൊക്കെ വരുന്നത് കേട്ടോ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതില് എല്ലാവർക്കും വരുവേ. ഐ മീൻ യങ്സ് മോഡുലസ് ആവട്ടെ, ബൾക്ക് മോഡുലസ് ആവട്ടെ, എല്ലാവരും വരും. ഓക്കെ, ഇതിന്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണല്ലോ ഇക്വേഷൻ വരുന്നത്. ഓരോന്ന് വരുമ്പോ അതിന്റെ സ്ട്രെസ് ബൈ അതിന്റെ സ്ട്രെയിൻ എന്നാണ് ഇക്വേഷൻ വരുന്നത്.
സോ ഇവിടെ നമുക്കറിയാം സ്ട്രെയിനിന് എന്തായാലും ഡയമെൻഷൻ ഇല്ല. അപ്പൊ സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ തന്നെയാണ് ഇതിനും വരിക. M(L)(-1) T(-2). ഓക്കെ, അപ്പൊ സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ പെട്ടിട്ടുള്ള മൂന്നെണ്ണം എല്ലാവർക്കും എന്താണ് വരുന്നത്? സെയിം ഡയമെൻഷൻ ആണ് വരുന്നത്. ML(-1) T(-2). നെക്സ്റ്റ് പവർ. അടുത്തത് വരുന്നത് പവർ. പവറിന്റെ ഇക്വേഷൻ എന്താ? P = work/time ആണ്. എത്ര ടൈമിൽ എത്ര വർക്ക് ചെയ്തു. സോ പവറിന്റെ വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ML² T(-2) ഡിവൈഡഡ് ബൈ ടൈമിന്റെ ടിയും വരും. ഓക്കെ, അപ്പൊ ഇത് നേരെ എഴുതുന്ന സമയത്ത് എങ്ങനെ വരും? ML² T(-2) ഇവിടെ ഉണ്ട്. ഈ 1 മേലേക്ക് വന്നാൽ -1 എന്നാവും. സോ ദ ആൻസർ ഫോർ പവർ ഈസ്, ഡയമെൻഷന് എന്താ വരിക? ML² T(-3). പവറിന്റെ യൂണിറ്റ് വാട്ട് വരും. ദെൻ ഇത് വെച്ചിട്ടും യൂണിറ്റ് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി ഇത്രയൊക്കെ തന്നെ മെയിൻലി വരുന്നത്. ഇനി ഏതെങ്കിലുമൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് പോവുക കേട്ടാ. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾ 2-3 പേജ് അങ്ങനെ ഫ്രീ ആക്കി വിട്ടാൽ മതി. അപ്പോൾ എക്സ്ട്രാ ഏതെങ്കിലും ക്വാണ്ടിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഇപ്പൊ എങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടെത്തുക എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോ ക്വസ്റ്റ്യൻ ഇതാ, E = h(nu) റിലേഷൻ അവർ തരും. E = h(nu). അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. H എന്നുള്ളതല്ലേ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വരുന്നത്. ആ Hന്റെ ഡയമെൻഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ H = എന്ത് നാക്കും? ഈ ന്യൂനെ കണ്ട് എടുത്താല് E/H = E/nu. ഓക്കെ, ഈന്റെ ഡയമെൻഷൻ, എനർജി, വർക്ക് ഒക്കെ സെയിം ആണ്. അപ്പൊ ML² T/nu എന്ന് പറഞ്ഞ ഫ്രീക്വൻസി. ഓക്കെ, T വരും. അപ്പൊ നമുക്ക് ഇത് ML T(-2) T വന്ന -1 will be higher T(-3) എന്ന് വരും. ML² T(-3). അയ്യോ, മാറിപ്പോയി അല്ലേ? ന്യൂ ഫ്രീക്വൻസിന്റെ T -1 അല്ലേ? വരുമ്പോ +1 ആണ് കേട്ടോ വരിക. അപ്പൊ ML² T(-1) ആണ് ആൻസർ. ML² T(-1). ആംഗുലാർ മൊമെന്റത്തിന്റെ അതേ യൂണിറ്റ്. ഓക്കെ, അടുത്തത് ഇതാ, F = Gm1m2 ഡിവൈഡഡ് ബൈ r². ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G. അപ്പൊ നമ്മളിത് കാണുന്ന സമയത്ത് G പറഞ്ഞ ഇക്വേഷൻ ഉണ്ടോ? ഈ ഡിവൈഡഡ് ബൈ r² അങ്ങോട്ട് പോകുമ്പോ *r², അവിടെയുള്ള *m1m2 ഇങ്ങോട്ട് വരുമ്പോ താഴേക്ക് വരും, ഡിവൈഡഡ് ബൈ m1m2. അപ്പൊ ഫോഴ്സിൻ്റെത് MLT⁻². r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, അത് L², ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു മാസ് എന്നുള്ള m² എന്ന് കൊടുക്കാം. അപ്പൊ മേലെ എമ്മും താഴെയുള്ള ഒരു എമ്മും കട്ട് ചെയ്ത് ഈ താഴെയുള്ള ഒരു m മേലേക്ക് വരുമ്പോ m⁻⁻1. ഇവിടെ ഒന്നും ഇവിടെ രണ്ടാകുമ്പോ ML3 ദെൻ T-2. അപ്പൊ m(L3) സോറി m⁻⁻1 L3 T⁻². ഇനി ഇതാ അടുത്തത്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇൻഡെക്സ്. F = 6/8RV. സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടീസ്. അപ്പൊ ഇവിടെ കണ്ടു പറഞ്ഞു എഴുതുമ്പോ അപ്പുറത്ത് F ഉണ്ട്, ബാക്കിയുള്ള ഇൻഡ്. അപ്പൊ അതിന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സിൻ്റെത് MLT⁻² വരും.
R distance that is L, V velocity ആണ് LT raised to -1. ഓക്കെ, താഴെ മേലെ ഓരോ L വീതം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി M ഉണ്ട്. ഈ L മേലേക്ക് വരുമ്പോൾ L raised to -1 വരും. T raised to -2 + 1 എന്നാവും. -1 മേലേക്ക് വരുമ്പോൾ +1. So the answer will be M L raised to -1 T raised to -1. Okay. Okay, find dimension of resistance. Dimensional difference. ഇത് കമ്പൈൻ ചെയ്ത് പറയാം. ഈ രണ്ടിനും ആറും വിയും എടുക്കുന്ന ഒരാൾ പവർ അല്ലെ, ആറിന്റെയും വിന്റെയും റിലേഷൻ വരുന്ന ഒരാളാണ് പവർ. പവറിന്റെ ഇക്വേഷൻ ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് വെച്ചു. എങ്ങനെ? ഐ സ്ക്വയർ എന്താ വരുന്നത്? ആംപിയർ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമ്മൾ ആറിനുള്ള ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ആർ ഈക്വൽ ടു എന്തെന്ന് വരും? P/I² എന്ന് വരും. ഓക്കെ, പവറിന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടുവെച്ചതേ ഉള്ളൂ. എന്തായിരുന്നു? ML² T⁻³ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞ ആംപിയർ ആണല്ലോ, ആംപിയറിന്റെ സ്ക്വയർ. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ML² T⁻³ A⁻². പോസിറ്റീവ് പവർ മേലേക്ക് വരുമ്പോൾ നെഗറ്റീവ് പവർ ആയി മാറും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇതിന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് എഴുതാൻ വെറുതെ ഇത് ടൈം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് എഴുതിയിട്ടില്ല. നേരിട്ട് ഇക്വേഷന് കണ്ടെത്തുന്ന ഡയമെൻഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ. പിന്നെ അതിന് കറക്റ്റ് ഓപ്ഷന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് എന്തിന്റെ ഡയമെൻഷന്? റെസിസ്റ്റൻസിന്റെ ഡയമെൻഷൻ. ഈ റെസിസ്റ്റൻസിന്റെ ഡയമെൻഷനും കറന്റ് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷനും തമ്മിൽ എയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അവിടെ A-2 വരും, ഇവിടെ A-1 വരും. എങ്ങനെ നോക്കിക്കോ? V ഈക്വൽ ടു എന്തെന്നാവും? V യിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ V ഈക്വൽ ടു അപ്പുറത്ത് പവർ ഉണ്ട് ബൈ ഐ. പ്രഷർ അല്ല ട്ടാ, പവർ ആണ്, അത് ആലോചിക്കണേ. അപ്പൊ V/I എന്ന് വരും. അല്ല സോറി, P/I എന്ന് വരും. പിന്റെ ഇക്വേഷൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ML² T⁻³ ഡിവൈഡഡ് ബൈ ഐ, കറന്റ് ആംപിയർ. സോ M ഇവിടെ ഉണ്ട്, L² ഇവിടെ ഉണ്ട്, T⁻³ ഉണ്ട്. A മുകളിലേക്ക് വരുമ്പോ A⁻⁻1. ഓക്കെ, പൊട്ടൻഷ്യൽ ഇതാ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ഡയമെൻഷൻ. ഇതിലേതാണ് തെറ്റായ ഡയമെൻഷൻ എന്ന് ചോദിച്ചു. ലീനിയർ മൊമെന്റം P ഈക്വൽ ടു MV എന്നാണ്. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇതാ M, വെലോസിറ്റി LT⁻⁻1. അപ്പൊ അത് ശരിയാണ്. പിന്നെ ആംഗുലാർ മൊമെന്റ് ആവുമ്പോൾ അതിലേക്കൊരു ആറും കൂടി ചേരുന്നത്. ആറ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതായത് ഒരു ലെങ്ത്തും കൂടി കൂടിയ ML² T⁻⁻1. അപ്പൊ ഇതൊക്കെ ശരിയാണ് കേട്ടോ. ഇത് ശരിയാണ്, ഇത് ശരിയാണ്. തെറ്റായതാ നമ്മളോട് ചോദിച്ചത്. ഇതാ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്തിന്റെ സ്പീഡ് ആവട്ടെ, സ്പീഡാണ് സാധനം. സ്പീഡിന്റെ ഡയമെൻഷൻ LT⁻⁻1 ആണ്, ഇത് -2 ആണ്. തെറ്റി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. വർക്കിന്റെ ഡയമെൻഷനും ML² T⁻². അപ്പൊ ഇത് ശരിയാണ്. ഫ്രീക്വൻസിക്കും സെയിം ഡയമെൻഷൻ ആണ്, ദാറ്റ് ഈസ് T⁻⁻1. അതും ശരിയാണ്. അപ്പൊ തെറ്റായത് ഏതാന്ന് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെ വന്നുകൊണ്ട് തെറ്റായത് ഇത്. ഈ ഡയമെൻഷന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഡയമെൻഷൻ അറിയും വരുന്ന മാർക്ക് പോകില്ല, അത് ഉറപ്പാണ്. ഇനി ഡയമെൻഷൻ ഓഫ്
ഉണ്ട്. അപ്പൊ എല് അപ്പൊ ml² t⁻². ടോർക്കിന്റെ ഇക്വേഷൻ. ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. നോക്ക്, ടോർക്കിന്റെ ഡയമെൻഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ വരുന്നത്, ഇക്വേഷൻ വെച്ചിട്ട് വേഗം കണ്ടെത്തുക. ഒരു 30 സെക്കൻഡ് പോലും ഇതിന്റെ ആവശ്യം വരുന്നില്ല. ടോ = r×f എന്നാണ്. എഫിന്റെ ഡയമെൻഷൻ എന്താ? ml⁻². r എന്ന് പറഞ്ഞാൽ ലെങ്ത് വരും, l. അപ്പൊ ഡയമെൻഷൻ വരുന്നത് ml² t⁻². ദാ ഓപ്ഷൻ ഡി. ടോർക്കിന്റെ ഡയമെൻഷൻ ഏതാ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും വരില്ല എന്നുള്ള മെന്റാലിറ്റിയിൽ ഇരിക്കൊന്നും വേണ്ട. നമുക്കറിയില്ല ഏത് രൂപത്തിലാ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്, എന്നാലും ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. ഡയമെൻഷൻ ഓഫ് പ്രഷർ. പ്രഷറിന്റെ ഡയമെൻഷൻ നോക്ക്. പ്രഷറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ ആയിരുന്നു. അപ്പൊ ഫോഴ്സിന്റെ നമുക്കറിയാം ml⁻². ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ l². ഓരോന്ന് കട്ടാവും, ബാക്കി എന്ത് വരും? m. മുകളിലുള്ള താഴെയുള്ളത് l⁻⁻1 ആയിട്ട് കയറി വരും, t⁻². ml⁻⁻1 t⁻². ദാ ഓപ്ഷൻ ഡി, ബി. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ദാ ഒരു ക്വസ്റ്റ്യൻ ഇതാ, ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും സെൽഫ് ഇൻഡക്റ്റൻസ് ആയാലും ഇപ്പേ പഠിച്ചു വെക്കട്ടോ. ഇതിൽ ഞാൻ രണ്ടും കൂടി ഒന്ന് പറയാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും സെൽഫ് ഇൻഡക്റ്റൻസ് ആയാലും സെയിം ആണ് സാധനം. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഒറിജിനൽ ഇക്വേഷൻ ഒക്കെ വെച്ച് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ ആ ചാപ്റ്ററിൽ തന്നെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എനർജിക്കുള്ള ഇക്വേഷൻ. U = ½ Li². സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് ഈ വന്നിട്ടുള്ളത് അല്ലെ, ½ Li². അപ്പൊ ഈ L എന്ന് പറയുന്നതിന്റെ അല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പൊ L = എന്തെന്ന് വരും? ഈ ഹാഫിനെ ഇനി നോക്കണ്ട, ഹാഫ് കോൺസ്റ്റന്റ് ആണ്, അത് നോക്കണ്ട. U ഇപ്പുറത്തുണ്ട്, I² താഴേക്ക് വരും. ഓക്കെ, അപ്പൊ U/I² എന്നായി മാറും. U എന്ന് പറഞ്ഞാൽ ആരാണ്? എനർജി അല്ലേ. ഇപ്പൊ എനർജിന്റെ ഡയമെൻഷൻ നമുക്കറിയാലോ, ml² t⁻². ദെൻ I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്, കറന്റിന്റെ ഡയമെൻഷൻ A². സോ ml² t⁻² A⁻². ഇതാണ് ആരുടെ ഡയമെൻഷൻ വരുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷൻ വരുന്നത്. ഇനി സെൽഫ് ആയാലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും സെയിം ഡയമെൻഷൻ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടാ. ഇൻഡക്റ്റൻസ് അതിന് ഒരൊറ്റ ഡയമെൻഷൻ. അതിനിപ്പോ സെൽഫ് ഇൻഡക്റ്റൻസ് ആയാലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അങ്ങനെ തന്നെ പഠിക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് ആയാലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും സെയിം ഡയമെൻഷൻ. ഐ തിങ്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ ഓർത്ത് വെക്കുക, U = ½ Li². U = ½ Li². സെൽഫ് ഇൻഡക്റ്റൻസിനും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനും സെയിം ഡയമെൻഷൻ. അപ്പോ ഡയമെൻഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക്
അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഡയമെൻഷനൽ അതിന് മുന്നേ നമുക്ക് ആ ക്വാണ്ടിറ്റീസ്, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഒന്ന് മെൻഷൻ ചെയ്യണ്ടേ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കോ, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ് പറയണത് കേട്ടാ. ഡയമെൻഷൻ ഇല്ലാത്തവര്, യൂണിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ ഇപ്പൊ നോക്കുന്നില്ല. എന്തില്ലാത്തവരാ? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് എന്നല്ല, എന്തൊക്കെ ഡയമെൻഷൻ ഇല്ലാത്തത് എന്തൊക്കെയാണോ, ഡയമെൻഷൻ ഇല്ലാത്ത ആൾക്കാർ എല്ലാവരും ഇപ്പൊ ഇതിൽ ഞാൻ എഴുതും. അതിൽ നമുക്ക് ക്വാണ്ടിറ്റീസ് ആയിട്ട് പഠിക്കാനുള്ളവരെ ആദ്യം എഴുതാം. ഒന്നാമത്തത് ആംഗിള്. ഏത് ആംഗിള്? രണ്ടും ക്ലിയർ ആയിട്ട് എഴുതണമെങ്കിൽ, ആംഗിൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ ആംഗിൾ ആണ് കേട്ടോ. സിംപ്ലി അവർ ക്വസ്റ്റ്യനിൽ ആംഗിൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് മനസ്സിലാക്കുക? പ്ലെയിൻ ആംഗിൾ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആംഗിള്. പിന്നെ സോളിഡ് ആംഗിൾ, അത് അതുപോലെ തന്നെ തരും. സോളിഡ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ സോളിഡ് ആംഗിൾ തന്നെ തരും. ഓക്കെ, മൂന്നാമത്തത് സ്ട്രെയിന്. നാലാമത്തത് സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ രണ്ടും മേലെയും താഴെ സെയിം ക്വാണ്ടിറ്റി ആയ പിന്നെ ഡയമെൻഷൻ എഴുതാൻ പറ്റൂലല്ലോ. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? വെലോസിറ്റി ഓഫ് സ്പീഡ്, അല്ല സോറി, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പൊ എന്താണ് അവിടെ? രണ്ടിനും സെയിം ആണ് വരുന്നത്. അപ്പൊ മേലെയും താഴെ സെയിം ഡയമെൻഷൻ വന്നാൽ പിന്നെ അതിന് ഡയമെൻഷൻ ഉണ്ടാവൂല. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ വരുന്നത് എഫിഷ്യൻസി. എഫിഷ്യൻസി നമ്മൾ മറ്റേ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 6th ആയിട്ട് വരുന്ന പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ. ഓക്കെ, ദെൻ 7th ക്വാണ്ടിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷനിൽ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കും ഡയമെൻഷൻ ഉണ്ട് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞത് ആരെന്നെയാണ്? ആക്സിലറേഷന്, അതായത് LT⁻² തന്നെ വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വാണ്ടിറ്റീസ് വരുന്നത്. ഇനി ഇതല്ലാത്ത കേസുകൾ എന്ന് പറഞ്ഞാൽ നോക്ക്, വേറൊരു ഡിഫറെന്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ്. ഒന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡയമെൻഷന്റെ ലിമിറ്റേഷൻസിൽ പഠിക്കുന്നതാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന് ഡയമെൻഷൻ എഴുതാൻ പറ്റൂല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, അതുപോലെ വരുന്ന മറ്റൊരു കേസാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് ഉണ്ടാവില്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. പിന്നെ സിംപ്ലി ഒരു നമ്പർ എടുക്കുകയാണ്, പ്യൂർ ആയിട്ടുള്ള ഒരു നമ്പർ, ജസ്റ്റ് ഒരു നമ്പർ. ഞാൻ ഇപ്പൊ നേരത്തെ എടുത്തതില് 1/2 എന്നൊക്കെ വന്നപ്പോ നമ്മൾ എന്താ ചെയ്ത്? അതിന് മൈൻഡ് ആക്കിയതേ ഇല്ല, കാരണം അവർക്ക് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, പ്യൂർ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയമെൻഷൻ ഉണ്ടാവില്ല. ദെൻ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. അതിന്റെ കേസിൽ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? റേഷ്യോ, ഒരു മിനിറ്റ്, റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒന്ന് ഏതാ അറിയോ? റിലേറ്റീവ് വെലോസിറ്റി. ഈ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റിയിൽ പഠിക്കുന്ന ഒന്നാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബി. മേലും തായും സെയിം ആളുകൾ വരിക. റിലേറ്റീവ് വെലോസിറ്റി അതന്നെയാണ് ഇപ്പൊ ഇവരുടെ കേസിലൊക്കെ വന്നത്. സ്ട്രെയിനും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊക്കെ കേസിൽ അതാണ് വന്നത്. സെയിം ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ വന്നു. സ്ട്രെയിൻ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ലെങ്ത് വന്നതുകൊണ്ട് അത് കട്ടായി പോയി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അവിടെയും സ്പീഡ് വന്നതുകൊണ്ട് അത് കട്ടായി പോയി. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബി. അവിടെയും രണ്ടോടത്തും സെയിം വരും. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി വരും. റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ വരുന്നത്? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4°C. ഓക്കെ, അപ്പൊ അവിടൊക്കെ എന്താണ് വരുന്നത്? സെയിം ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ആയിട്ട് കൊടുക്കുന്ന സംഭവം ഇക്വേഷനിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും അവർക്ക് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാവില്ല. ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കട്ടെ, ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ്. ഇനി ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഡയമെൻഷൻ ഇല്ലാത്ത, വെറുതെ ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉണ്ട് എന്ന് വരുന്ന ആൾക്കാരാണ് ആ ഫസ്റ്റത്തെ രണ്ടെണ്ണം. ഏത്? നോ ഡയമെൻഷൻ
ഡയമെൻഷൻ ഇല്ല. ബട്ട് ഹാവിങ് യൂണിറ്റ് ഉണ്ടാവും. ഡയമെൻഷൻ ഇല്ല, യൂണിറ്റ് ഉണ്ടാവും. അങ്ങനത്തെ കേസിൽ വരുന്ന രണ്ടാളുകളാണ്. ഒന്നാര് പ്ലെയിൻ ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, എന്താ റേഡിയന്, പക്ഷെ അതിന് ഡയമെൻഷൻ ഇല്ല. രണ്ടാമത്തെ സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ ആണ് യൂണിറ്റ്, പക്ഷെ അതിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം, യൂണിറ്റ് എന്താ റേഡിയന്, ഇവിടുത്തെ യൂണിറ്റ് എന്താ സ്റ്റെറേഡിയന്. അവർക്ക് രണ്ടാൾക്കും ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ഇനി യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഉണ്ടാവോ? യൂണിറ്റ് ഇല്ല മീൻസ് ഡയമെൻഷനും ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു പോയിന്റ് ആണ്. നോ യൂണിറ്റ് എന്ന് പറഞ്ഞ നോ ഡയമെൻഷൻ. നോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോ ഡയമെൻഷൻ. പക്ഷെ തല തിരിച്ച് പറയാൻ പറ്റൂല. നോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നോ യൂണിറ്റ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, നോ ഡയമെൻഷൻ യെസ് യൂണിറ്റ് ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പൊ യൂണിറ്റ് ഉണ്ടാവുണ്ടല്ലോ. ഡയമെൻഷൻ ഇല്ല മീൻസ് യൂണിറ്റും ഉണ്ടാവില്ല എന്നൊന്നും അർത്ഥം പറയുന്നില്ല. പക്ഷെ യൂണിറ്റ് ഇല്ലെങ്കിൽ ദർ ഈസ് നോ ഡയമെൻഷൻ ഓൾസോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡയമെൻഷൻ അനാലിസിസിലേക്കാണ് പോവാനുള്ളത്. ഓക്കെ, അപ്പൊ അത് നോക്കിക്കോ, തീരും തോന്നുന്നില്ലല്ലോ. ഡയമെൻഷനൽ അനാലിസിസ്. ഇവിടെ നമുക്ക് രണ്ട് കേസ് ആണ്. ഒന്ന് ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാ. രണ്ടാമത്തതോ ഡെഡ്യൂസ് റിലേഷൻ, ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഈ രണ്ടെണ്ണാണ് മെയിൻ അപ്ലിക്കേഷൻസ്. ഇത് രണ്ടുമാണ് ആരുടെ അപ്ലിക്കേഷൻസ് വരുന്നത്, ഡയമെൻഷനൽ അനാലിസിസിൽ വരുന്ന രണ്ട് അപ്ലിക്കേഷൻസ്. ഓക്കെ, ഒന്ന് ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കുക. ഇതിന് രണ്ടിനും യൂസ് ചെയ്യുന്ന ഒരു ആളാണ് ആര്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് LHSലും RHSലും ഉള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, എങ്ങനെ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഇൻ LHS ആൻഡ് RHS മസ്റ്റ് ബി സെയിം. അങ്ങനെ പറയാം. എന്താണ് ഡയമെൻഷൻസ് ഓഫ് each terms in LHS and RHS of an equation must be same. ഇക്വേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, സെയിം ആയിരിക്കണം. മറ്റൊരു രീതിയിൽ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഡയമെൻഷൻ ഉള്ളവരും മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം, ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻ can be added or subtracted. ഓക്കെ, നോക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ നോക്ക്, x ഈക്വൽ ടു y പ്ലസ് z, ഇങ്ങനെ ഒരു ഇക്വേഷൻ എനിക്ക് തന്നാൽ അതിനർത്ഥം എക്സിന്റെ ഡയമെൻഷന്, വൈന്റെ ഡയമെൻഷന്, സെഡിന്റെ ഡയമെൻഷന് ഇത് മൂന്നും സെയിം ആയിരിക്കും. ഇനി മൈനസ് വന്നാലും കേട്ടാ. ഓക്കെ, 3 ടേം ഉള്ള, അപ്പൊ 3ന്റെ ഡയമെൻഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇത്രയാണ് ഏത് വരുന്നത്, ഡയമെൻഷനൽ അനാലിസിസ് വരുന്നത്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവിടുന്ന്. ഒരു ഇക്വേഷൻ ആക്ച്വലി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷനലി എന്തായാലും കറക്റ്റ് ആയിരിക്കും. ഇഫ് ആൻ ഇക്വേഷൻ ഈസ് ആക്ച്വലി കറക്റ്റ്, then the equation is dimensionally correct. ഒരു ഇക്വേഷൻ ശരിക്ക്
ശരിയായിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങളോട് തരികയാണ്, നിങ്ങളുടെ അടുത്തേക്ക് തരികയാണ്. എന്നിട്ട് അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇനി അതിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് 100% ഷുവർ ആണ്. ഫോർ എക്സാമ്പിൾ F=ma. ഇത് നമുക്കറിയാം, ഇത് ശരിയാണ്, ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇനി അതിൽ വേറെ യാതൊരു ഇതും ഇല്ല. പക്ഷേ if an equation is okay, if an equation is dimensionally correct, ഡയമെൻഷനലി കറക്റ്റ് ആണ്. നമുക്കൊരു ഇക്വേഷൻ തന്നു, എന്നിട്ട് ഞാൻ പറയാണ് ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. എനിക്കറിയില്ല അത് ശരിയാണോ അല്ലേ. ഡയമെൻഷനലി അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ എന്താവാം, ആക്ച്വലി റോങ് ആവാം. ചിലപ്പോ അത് എന്തും ആവാം, ആക്ച്വലി കറക്റ്റും ആവാം. അതായത് ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഏതെന്നറിയോ? ഇപ്പോ ഞാൻ F=ma എന്ന് പറഞ്ഞാൽ അത് ഡയമെൻഷനലിയും കറക്റ്റ് ആണ്, ആക്ച്വലിയും കറക്റ്റ് ആണ്. F=5ma എന്നൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയമെൻഷനലി കറക്റ്റ് ആവും. കാരണം F ഇപ്പുറത്തും ഉണ്ട്, ma അപ്പുറത്തും ഉണ്ട്, അത് രണ്ടും സെയിം ആണല്ലോ. പക്ഷെ ആക്ച്വലി ഇത് കറക്റ്റ് ആണോ? 5ന്റെ ആവശ്യം എന്താ അവിടെ? വെറുതെ ഒരു കോൺസ്റ്റന്റ് കയറി കൊടുത്തതല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെ രണ്ട് കേസ് ഡയമെൻഷനലി കറക്റ്റ് ആവുമ്പോ രണ്ട് കേസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നല്ലോണം ഓർത്തു വെക്കുക. ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും റൗണ്ടിങ്ങും നെക്സ്റ്റ് സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് പറയാട്ടോ. ഇപ്പൊ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാനുള്ള ടൈമേ കിട്ടുണ്ടാവുള്ളൂ. നോക്കാം, വേഗം നോക്കിക്കോ. ഫസ്റ്റ് ഇതേതാ, അള്ളാഹുവേ ഇത് വേറെ ആള്. നോക്കണേ, ഇവിടുത്തെ കേസ് ഇത് നമ്മളുടെ ഏത് ചാപ്റ്ററത്തെ സാധനം എന്നറിയോ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഈ 1/√μ0ε0. ആരാ? 1/√μ0ε0 എന്ന് പറഞ്ഞാൽ അത് C ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിന്റെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ആളാണ് 1/√μ0ε0. അപ്പൊ C എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് അല്ലേ. സ്പീഡിന്റെ ഡയമെൻഷൻ ആണ് ഇതിന്റെ ഡയമെൻഷൻ വരിക. അപ്പൊ 1/√μ0ε0ന്റെ ഡയമെൻഷൻ എന്താന്ന് ചോദിച്ചാൽ L(t⁻⁻1). വേണമെങ്കിൽ എമ്മിന്റെ പവറിൽ ഇവിടെ 0 ഇട്ടെടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടാവും അത് m0 L(t⁻1). ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് തല തിരിഞ്ഞും ചോദിക്കാം. അതായത് ഇവിടെ ഞാൻ ഒരു എക്സെപ്ഷണൽ കേസ് ഇടാണേ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഡയമെൻഷൻ ഓഫ് √1 എന്ന് തരാതെ അവര് √μ0ε0 ഇത് ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ്. √μ0ε0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക C=1/√μ0ε0 ആണ്. ഓക്കെ, ഇതിന്റെ കാണെങ്കിൽ ഇതിനെ അങ്ങോട്ട് എടുത്തുകാണ് സീനെ അങ്ങോട്ട് ഇടണ്ടേ. അപ്പൊ √μ0ε0 = 1/c എന്നാണ് വരിക. C എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അപ്പൊ 1/L(t⁻1) എന്ന് വരും. ഇതിനെ മുകൾക്ക് എടുത്താൽ ഇതിന്റെ ഡയമെൻഷൻ വരിക എമ്മിന്റെ പവറിൽ ആരും ഉണ്ടാവില്ല, അത് 0. L മുകൾക്ക് വന്ന L(−1), T മുകൾക്ക് വന്ന T(1). ഇതാണ് അതിന്റെ ഡയമെൻഷൻ വരിക കേട്ടാ. അപ്പൊ രണ്ടും തമ്മിൽ മാറ്റേണ്ട, അതൊന്ന് ശ്രദ്ധിക്കണേ. 1/√, എന്ന് പറഞ്ഞാൽ നേരെ സ്പീഡിന്റെ കൊടുക്കാം. ഓക്കെ, വെറും √μ0ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ നേരെ തല തിരിച്ചിടുക. L പോസിറ്റീവ് ഉള്ള നെഗറ്റീവ് ഇട്ടെടുക്കുക, T നെഗറ്റീവ് ഉള്ള പോസിറ്റീവ് ഇട്ടെടുക്കുക. അത് നല്ലോണം ഓർത്ത് വെക്കുക. അടുത്തത് ഡയമെൻഷൻ ഓഫ് ε0, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഈ സാധനം എവിടെ കയറി വരണത് നമുക്കറിയാം. എവിടെയാണ്? F=1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². കൂളംസ് ലോ. +2 കൂളംസ് ലോയിൽ കയറി വരുന്ന ആളാണ്. ഇവിടുന്ന് നമുക്ക് അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എത്രയോ ഈസി ആയിട്ടുള്ള കാര്യം. ε0നെ പിടിച്ചും കണ്ടിടുക. 1/4π ആ എഫിനെ പിടിച്ചും കണ്ടിടുക. Q1 Q2 ബൈ r². ക്യൂവിൻ്റെത് എന്താ അതറിയാലോ? അറിയാത്തവരുണ്ടോ? ക്യൂവിൻ്റെ ഇതാ I=Q/T എന്നാണ്. അപ്പൊ Q എന്തെന്നാ വരിക? IT എന്നാണ് വരിക. I കറന്റ് അല്ലേ, ആംബിയർ വരും, T ടൈം T വരും. അപ്പൊ ക്യൂവിന്റെ ഡയമെൻഷൻ AT എന്നാണ് കേട്ടോ. അത് നോക്കാം. ഞാൻ ഡയമെൻഷൻ നേരെ ഇവിടെ കൊടുത്താൽ മതി. ഇതാ മേലെ Q1 ഉം Q2, അതായത് AT × AT.
താഴെ ആരൊക്കെ? 4π വേണ്ട, എഫിന്റെ നമുക്കറിയാം ml(t⁻²). r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അതിന് സ്ക്വയർ. അപ്പൊ നോക്കുമ്പോ a ഇൻറ്റു ഇവിടെ m മേലെ കയറിയ m⁻⁻1 ആവും. l ഇവിടെ l³ ആവും, l³ മേലെ കയറിയ l⁻⁻³ ആവും. t⁻2 അവിടെ ഉണ്ട്, t⁻2 ഇവിടുന്ന് മേലെ കയറിയ t⁻2 ആവും. പിന്നെ a⁻2. അപ്പൊ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് m⁻⁻1 l⁻⁻3 t⁻4 a². ഇതാണ് ആരുടെ ഡയമെൻഷൻ? പെർമിറ്റിവിറ്റിന്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ ഇ ഇക്വേഷൻ, അത് റിലേറ്റഡ് ആയിട്ട് ആ സാധനം കിടക്കുന്ന ഇക്വേഷൻ ഏതാണ് അത് നമ്മൾ പഠിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോ. അപ്പൊ അത് വെച്ചിട്ടാണ് നേരിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഡയമെൻഷനൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. സപ്പോസ് ദാറ്റ് എ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ. അപ്പൊ എന്തോ ഒരു ഫോഴ്സ് ആണ് നമുക്ക് തരുന്നത്. ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ kx², വേർ എക്സ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ലെങ്ത്. അപ്പൊ എക്സ് ഇടത് ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡയമെൻഷൻ ഓഫ് k കാണണം. അപ്പൊ kന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഈ x² ഇങ്ങോട്ട് വന്നാൽ f/x². ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ml(t⁻²). എക്സ് എന്ന് പറഞ്ഞ ലെങ്ത് ആണെന്ന് അവർ പറഞ്ഞു. അപ്പൊ l². എല്ലും മേലുള്ള ഒരു എല്ലും താഴെയുള്ള ഒരു എല്ലും ക്യാൻസൽ ആയി പോയി. m ഇവിടെ ഉണ്ട്. ഇവിടെ താഴെയുള്ള ഒരു എല്ല് മേലെ കയറുമ്പോ l⁻⁻1 t⁻². ദയ കിടക്കുന്നു. m l⁻⁻1 t⁻². അടുത്ത നോക്കണേ, f = at + bt². ഇവിടുന്ന് ആന്റെയും ബിന്റെയും ഡയമെൻഷൻ കൊടുക്കാനാണ്. ഡയമെൻഷൻസ് ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അതൊന്നും ഇല്ലാതാക്കിയതാണ്. എഴുതുമ്പോൾ ഒരുപാട് എഴുതാണ്ട്, ആന്റെയും ബീന്റെയും കൂടി വന്നിട്ടാണ് എഴുതാനുള്ളത്. അപ്പൊ ഇതൊന്നും നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഡയമെൻഷനൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം അതിലുള്ള ഓരോ ടേമിന്റെ ഡയമെൻഷൻസ് ഈക്വൽ ആണ്. അപ്പൊ എഫിന്റെ ഡയമെൻഷൻ ആണ് ആർക്ക് വരിക? ATക്ക് വരിക അല്ലെ? പിന്നെ എഫിന്റെ ഡയമെൻഷൻ തന്നെയാണ് ആർക്കും വരിക? BT² വരിക. അപ്പൊ ഞാൻ അത് അങ്ങനെ കൊടുത്തു. ഡയമെൻഷൻ ഓഫ് എഫ് നമുക്കറിയാം ml(t⁻²). എന്റെ നമുക്കറിയില്ലല്ലോ, അത് അവിടെ നിന്നോട്ടെ. ടീന്റെ ഡയമെൻഷൻ എന്താ? ടി. ആ ടീനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ml(t⁻²). ഈ ടി ഇങ്ങോട്ട് വന്ന ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ എന്നാവും. അപ്പൊ എന്റെ ഡയമെൻഷൻ ഈക്വൽ ടു m ഉണ്ട്, l ഉണ്ട്, t⁻² ഉണ്ട്. ഇവിടെ t⁻1 ആണ്, ഇത് മേലേക്ക് വന്ന -1. അപ്പൊ ഡയമെൻഷൻ നമുക്ക് m l(t⁻3) എന്ന് കിട്ടി. ഇനി ഇതുപോലെ എഫ് ഇവിടുന്ന് ബിന്റേത് കാണാം. എഫിൻ്റെത് ml(t⁻²). ഇവിടെ ബി അവിടെ നിന്നോട്ടെ, t² എന്ന് വരും. ആ t² ഇങ്ങോട്ട് വരുമ്പോ ml(t⁻²) t². താഴത്തേക്ക് വരുമ്പോ t⁻2 ഇങ്ങോട്ട് വരും ഈക്വൽ ടു ബി. അപ്പൊ ബിന്റെ ഡയമെൻഷൻ എഴുതുന്ന സമയത്ത് ml(t⁻²) മറ്റേ 2 മേലേക്ക് വന്നാൽ -2 ആവും. സോ ബിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml(t⁻4). ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കട്ടെ. x = a + bt + ct². നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യന് ഞാൻ വിട്ടു തരുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കാണാനാണ്. x = ഫോഴ്സ് ഇൻറ്റു വോളിയം എന്നാക്കി എഴുതാം. ഫോഴ്സിന്റെ ഡയമെൻഷനും വോളിയത്തിന്റെ ഡയമെൻഷനും അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് നോക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മളുടെ ഡെഡ്യൂസ് റിലേഷൻ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പൊ എങ്ങനെയാണ് ഈ റിലേഷൻ ഡെഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
നോക്ക്, ഒരു ഹെഡിങ് ആയിട്ട് ഞാൻ ജസ്റ്റ് കൊടുക്കാണ് ഡെഡ്യൂസ് റിലേഷൻ. അവര് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഇങ്ങനെ പറയുള്ളൂ, ഫോഴ്സ് ഇന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പൊ നോക്ക്, ഇപ്പൊ ഇവര് ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം ഫോഴ്സ് എന്ന് തരും, എന്നിട്ട് എന്തോ ഒരു സാധനത്തിന്റെ മാസ്, ഇത്ര മാസ് ഉള്ള സാധനത്തിന്റെ ഫോഴ്സ് ആണ് പറയണത്, അത് മൂവ് ചെയ്യണത് ഇത്ര വെലോസിറ്റിയിലാണെന്ന് പറയും, പിന്നെ അത് മൂവ് ചെയ്യുന്നത് ഇന്ന ഒരു സംഭവത്തിന് ചുറ്റും, അതിന്റെ റേഡിയസും ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. എന്നിട്ട് നിങ്ങളോട് ഫോഴ്സിനുള്ള റിലേഷൻ കണ്ടെത്താനാണ് പറയുക. ഓക്കെ, ഇത് ഡയമെൻഷൻ യൂസ് ചെയ്ത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. +1 പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആകെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻ അതായിരുന്നു. ഒന്ന് ചെക്ക് ദ കറക്റ്റ്നെസ്സും, രണ്ടാമത്തെ ഡെഡ്യൂസ് ദ റിലേഷനും. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയാം. ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടെത്താനാണെങ്കിൽ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് കൊടുക്കാം. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ടേം ആണോ വന്നിട്ടുള്ളത്, ഫോഴ്സ് അല്ലാതെ ഏതൊക്കെ ടേം ആണോ വന്നിക്കണേ ഓരൊക്കെ കൊടുക്കാം. മാസ് വന്നിക്കണ്, വെലോസിറ്റി വന്നിക്കണ്, റേഡിയസ് വന്നിക്കണ്, A, B, C. എന്നിട്ട് F = മാറ്റുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കയറി വരും, m⁴A, v⁴B, r⁴C. ഇനി Fന്റെ ഡയമെൻഷൻ കൊടുക്കാം, mLT⁻⁻2 = K. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അപ്പൊ m⁴A. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അപ്പൊ LT⁻⁻1 all⁻B എന്ന് വരും. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അപ്പൊ L വരും, all⁻C എന്നും വരും. ഇനി ഇതൊന്ന് മാറ്റി എഴുതുമ്പോൾ M അവിടെ, L ഇതാ, T⁻². കോൺസ്റ്റന്റ് അതുപോലെ നിന്നോട്ടെ, അതിനൊന്നും ചെയ്യണ്ട. ഓക്കെ, എമ്മിന്റെ ടേം ഒറ്റൊന്ന്, m⁴A. എല്ലിന്റെ ടേം ഇവിടെ L⁻B ഉണ്ടാവും, ഇവിടെ L⁻C ഉണ്ടാവും, അപ്പൊ L⁻B+C എന്ന് എഴുതാം. ടീന്റെ ടേം -1 × B എന്ന് പറഞ്ഞാൽ T⁻⁻B. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാം. എമ്മിന്റെ പവറിൽ ഇവിടെ 1 ആണ്, എല്ലിന്റെ പവറിലും 1, എമ്മിന്റെ പവറിൽ 1, ഇവിടെ A, അപ്പൊ A = 1. എല്ലിന്റെ പവറിൽ 1, ഇവിടെ B+C, അപ്പൊ B+C = 1. ഇവിടെ നമുക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അടുത്ത് നോക്കാം, ടീന്റെ പവറിൽ -2, ഇവിടെ -B, അപ്പൊ -B = -2 എന്നാണ്. അതായത് B = രണ്ട് ഭാഗത്തും നെഗറ്റീവ് ക്യാൻസൽ ആയി പോവല്ലോ, 2 എന്ന് വരും. ഓക്കെ, ഞാൻ ബിന്റെ വാല്യൂ ഇവിടെ കൊടുക്കാം, അപ്പൊ 2 + C = 1, C = 1 - 2, സോ C = -1 എന്ന് വരും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്, സോറി വാല്യൂസ് വരുന്നത്, എയും ബിയും സിയും. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇക്വേഷനിൽ കൊണ്ടുപോയിടുക, ഇവിടെ ഇതിൽ. ഓക്കെ, F = K m⁻1, v⁻B എന്നുള്ളിടത്ത് 2, r⁻C എന്നുള്ളിടത്ത് 1. അയ്യോ, -1. അപ്പൊ നെഗറ്റീവ് പവർ ഉണ്ടെങ്കിൽ അതിനെ താഴത്തേക്ക് പിടിച്ച് പോസിറ്റീവ് പവർ ആക്കുക ആദ്യം. ഇവിടെ m⁻1 m തന്നെ, v⁻2 എന്ന് പറഞ്ഞാൽ v², r⁻−1 താഴത്തേക്ക് ഇട്ട r⁻1, ഇങ്ങനെ വരും. ഇതാണ് ഇക്വേഷൻ. ഇനി ഇത് നമുക്കറിയാം mv²/r എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ്, അഥവാ ഓപ്ഷനിൽ കോൺസ്റ്റന്റ് തരും കേട്ടോ, അത് വേറെ കാര്യം. ഓപ്ഷനിൽ ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇങ്ങനെ തരുന്നുണ്ടാവും, F = K mv²/r, K mvr, K mvr², K mr²/v എന്നൊക്കെ പറഞ്ഞാൽ തല തിരിച്ചു മറിച്ചും ഒക്കെ തരും. അതിൽ ആ K അവിടെ ഉണ്ടാവും. ഇനി അഥവാ K തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ Kന്റെ വാല്യൂ 1 ആക്കിയിട്ട് എടുക്കുക, അപ്പൊ mv²/r എന്നുള്ളതാണ് ഇതിന്റെ ഒറിജിനൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ വരെ ചെയ്ത് നോക്കിയാൽ തന്നെ അതിന്റെ ഐഡിയ കിട്ടും, ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്താ പറയാ, 2 മാർക്ക് ക്വസ്റ്റ്യനും 3 മാർക്ക് ക്വസ്റ്റ്യനും ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട സാധനമല്ലല്ലോ, ഓപ്ഷനിൽ സെലക്ട് ചെയ്യേണ്ട സംഭവമല്ലേ. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ആ ഡെഡ്യൂസ് ദ റിലേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. ഒന്നിന്റെ കൂടി ചെയ്യാം, അത് എപ്പോഴും ടൈം പീരിയഡ് കേട്ടാ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ വരുന്നത് ടൈം പീരിയഡ് ആണ്. റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ലെങ്ത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വേണമെങ്കിൽ ഒരു മാസും കൊടുക്കാം. ഓക്കെ, ആ വിളിച്ചായിരുന്നോ? ഇങ്ങനെയാണ്. അപ്പൊ നോക്ക്, ടൈം പീരീഡ് എന്ന് പറയുമ്പോ T.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരൊക്കെ തന്നിട്ടുണ്ടോ ഓരൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ലെങ്ത് ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, മാസ് ഉണ്ട്. ആദ്യത്തത് എ, രണ്ടാമത്തത് ബി, മൂന്നാമത്തത് സി. ആ ഏത് ഓർഡറിലായാലും കിട്ടും കേട്ടോ നിങ്ങൾക്ക് വാല്യൂ. ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു എൽ റേസ് ടു എ, ജി റേസ് ടു ബി, എം റേസ് ടു സി. ഓക്കെ, നോക്കിക്കോണേ. ഇവിടുന്ന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. എമ്മിന്റെ പവറിൽ ആരും ഉണ്ടാവില്ല, എല്ലിന്റെ പവറിൽ ആരും ഉണ്ടാവില്ല. ടി ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടൈം ആണ് സാധനം, അപ്പൊ ടി മാത്രം വരും. കെ നമ്മൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അപ്പൊ എൽ റേസ് ടു എ വരും. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ടി റേസ് ടു -2 ആണ്, അതിന്റെ പവറിൽ ബി വരും. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അപ്പൊ എമ്മിന്റെ പവറിൽ സി എന്ന് വരും. ഇനി നോക്കണേ, ഇത് മാറ്റി എഴുതുമ്പോ എം അവിടെ ഉണ്ടല്ലോ, എമ്മിന്റെ പവറിൽ സി ആണ്. എല്ലിന്റെ പവറിൽ ഇവിടെ എ ഉണ്ടാവും, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ബിയും ഉണ്ടാവും, അപ്പൊ എ പ്ലസ് ബി. ടീന്റെ പവറിൽ -2b. ഓക്കെ, ഇവിടെ ആരാ? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1. ഇനി എമ്മിന്റെ പവറിൽ സി, ഇവിടെ എമ്മിന്റെ പവറിൽ 0. അടുത്ത എല്ലിന്റെ പവറിൽ എ പ്ലസ് ബി, ഇവിടെ എല്ലിന്റെ പവറിൽ 0. അടുത്തത് ടീന്റെ പവറിൽ -2b, ഇവിടെ ടീന്റെ പവറിൽ 1. അപ്പൊ ബി ഈക്വൽ ടു 1 അവിടെ ഉണ്ട്, ഇൻറ്റു -2 അപ്പുറത്ത് പോയാൽ ഡിവൈഡഡ് ബൈ -2 ആവും. ഇവിടെ മോസ്റ്റ് ഓഫ് ദ പേര്, അതായത് ബേസിക് ഇല്ലാത്ത ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ഈ -2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനും ആക്കും പോസിറ്റീവും ആക്കും. അത് തെറ്റാവൂട്ടാ. ഒരു സാധനം അച്ചേ ടൈം മാറ്റാൻ പാടുള്ളൂ. അവിടെ ഇൻറ്റു -2 നമ്മൾ കൊണ്ടുപോകുന്നത്, അപ്പൊ പിന്നെ അതിനെ പോസിറ്റീവ് ആക്കരുത്, ഡിവൈഡഡ് ബൈ -2 ആക്കിയിട്ട് എഴുതാം. ഇനി എ ബിക്ക് പകരം -1/2 ഈക്വൽ ടു 0. അപ്പൊ എന്റെ വാല്യൂ എന്തെന്ന് വരും? പോസിറ്റീവ് 1/2 എന്ന് വരും. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് മേലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ടി ഈക്വൽ ടു കെ എൽ റേസ് ടു എ, ജി റേസ് ടു ബി, എം റേസ് ടു സി എന്നായിരുന്നല്ലോ ഇക്വേഷൻ. അവിടെ കൊടുക്കുമ്പോൾ ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ ആരാ 1/2, ജി റേസ് ടു ബി എന്ന് പറയുന്നത് -1/2, എം റേസ് ടു സി എന്ന് പറയുന്നത് 0. അപ്പൊ എന്തിന്റെ പവറിൽ 0 വന്നാലും അതിന്റെ വാല്യൂ 1 ആയി മാറും. അപ്പൊ അത് പോയിക്കോട്ടെ. ടി ഈക്വൽ ടു കെ എൽ റേസ് ടു 1/2 അതുപോലെ നിൽക്കട്ടെ. ജി റേസ് ടു നെഗറ്റീവ് വാല്യൂ എന്നാൽ അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ താഴത്തേക്ക് ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജി റേസ് ടു -1/2 താഴത്തേക്ക് വന്നാൽ ജി റേസ് ടു പോസിറ്റീവ് 1/2 ആയി. എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1. അപ്പൊ ടി ഈക്വൽ ടു കെ 1/2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റൂട്ട് എന്നാണ്. അപ്പൊ റൂട്ട് എല്. ജി റേസ് ടു 1/2 എന്ന് പറഞ്ഞാലും റൂട്ട് ജി. അപ്പൊ വാല്യൂ നമുക്ക് കിട്ടി. ടി ഈക്വൽ ടു എന്താണ്? കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. ഓക്കെ, ഒന്നിക്കോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ കെ എന്നിട്ടിട്ട് കാണാം, അല്ലെങ്കിൽ കെക്ക് പകരം 2π എന്ന് കാണാം. കാരണം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ അതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. ടി ഈക്വൽ ടു 2π റൂട്ട് എൽ ബൈ ജി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ. തന്നെ എന്തായാലും നിങ്ങൾക്ക് ആ തന്ന ടേംസിന്റെ റിലേഷൻ കിട്ടിയ ഓപ്ഷനിൽ ഏതെങ്കിലും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തട്ടുക. ഓക്കെ, ചെയ്തു നോക്കിയ വേഗം. ഇഫ് ദ ടൈം പീരിയഡ് ടി ഓഫ് എ സാറ്റലൈറ്റ് റിവോൾവിംഗ്, എന്താണ് റിവോൾവിംഗ് close to the earth is given as t equal to 2π r raised to a. നോക്കിക്കോ, t equal to 2π r raised to a g raised to b. 6 റേഡിയസ് ആണ് തന്നത്. ജി നമുക്കറിയാലോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്നിട്ട് എയും ബിയും കാണാനാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ കൊടുക്കുക. എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1. 2π മൈൻഡ് ആക്കണ്ട, 6 റേഡിയസ് ആണ്, അപ്പൊ ലെങ്ത് വരും, എ വരും. ജി എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -2 ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ പവറിൽ ബി വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 ഈക്വൽ ടു എല്. ഇവിടെ എയും ഉണ്ടാവും, അവിടെ ബിയും ഉണ്ടാവും. അപ്പൊ എ പ്ലസ് ബി. ദെൻ ടി റേസ് ടു -2b. ഇവിടുന്ന് ഇതാ എല്ലിന്റെ ഇക്വേഷൻ നോക്കുമ്പോൾ എ പ്ലസ് ബി, ഇവിടുത്തെ പവറിൽ 0 ഇക്വേറ്റ് ചെയ്ത്. ടീൻ്റെത് നോക്കുമ്പോൾ ഇവിടെ -2b, അവിടുത്തെ പവറിൽ 1. അപ്പൊ ബിന്റെ വാല്യൂ ആദ്യം നമുക്ക് കിട്ടും 1/-2. അത് ഇവിടെ കൊടുക്കുക. എ -1/2 ഈക്വൽ ടു 0. അപ്പൊ എ ഈക്വൽ ടു 1/2. അപ്പൊ 1/2 ആൻഡ് -1/2 ഓപ്ഷൻ ഉണ്ടാവൂലതാ ബി. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം.
റെഡ്യൂസ് ദ റിലേഷനും ചെക്ക് ദ കറക്റ്റ്നെസ്സും എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഷാല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷെ ഇത് ഒരുപാട് ടോപ്പിക് കവർ ചെയ്ത് പോകേണ്ടത് കാരണം ഒന്ന് മിസ്സായി പോയി. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും അതുപോലെ അതിന്റെ ആ ഒരു റൗണ്ടിങ് ഉണ്ടല്ലോ, അഡീഷന് സബ്ട്രാക്ഷന് മൾട്ടിപ്ലിക്കേഷന് ഡിവിഷൻ ഒക്കെ വരുമ്പോഴേ ആ റൗണ്ടിങ്ങും കൂടി പറഞ്ഞിട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അവസാനിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ലീവ് ആയിക്കോളൂ.